ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഫിദ മാഡത്തിനോട് സ്നേഹം നിത്യേന കൂടി വരിക. ചില കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കില്ല. പോലീസിന്റെ അന്വേഷണം ഉണ്ടാവും. ചിലപ്പോ കണിമംഗലത്തുള്ളവരും അന്വേഷിക്കുമായിരിക്കും. പക്ഷെ അതിനുള്ളിൽ ഹൈദരാബാദിലെ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. എന്തു പറഞ്ഞ് തിരിച്ചെത്തും? ഇവരെ വിശ്വസിപ്പിക്കാനാണോ പാട്? എന്നെ ഏതോ ആൾക്കാര് തട്ടിക്കൊണ്ടുപോയി അന്യ സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയില് അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു കഥ ഉണ്ടാക്കിയ പോരെ? അബേ, നീ ഒരു കാര്യം ചെയ്. നീ അഭിനയിക്കുന്ന സിനിമയുടെ കഥയും കൂടി അവരോട് പറ. എടി, നിനക്കത് പറ്റും. മുത്തശ്ശി പറ, ഈ ഐഡിയ എങ്ങനെയുണ്ട്? കാര്യം നല്ലതാ. പക്ഷേ വരുന്നവന്മാരെ ചൊവ്വും ചേലും ഉള്ളവരായിരിക്കോ? എടി, നീ ഷൂട്ടിങ്ങിന് പോയെടുത്ത് 2 പേർക്ക് പണം കൊടുത്തില്ലേ? അതുപോലെ കാശ് വാങ്ങിച്ചു വെച്ചിട്ട് നിന്നെ ചതിക്കുന്നവരാവരുത്. ഇത് അങ്ങനത്തെ ആളുകളൊന്നും അല്ല മുത്തശ്ശി. ഇവരെ പക്ക ക്രിമിനലുകളാ. എവിടെ ഉള്ളവന്മാരാ? അവരുടെ സ്ഥലമൊന്നും എനിക്കറിയത്തില്ല. വേറൊരാള് വഴിയുള്ള ഏർപ്പാടാ. എന്തായാലും ഞാൻ അവരെ കണ്ടൊന്ന് ഉറപ്പിക്കട്ടെ. അതിനുശേഷം ഞാൻ മുത്തശ്ശിയെ വിളിച്ചോളാം. സൂക്ഷിക്കണേ മോളെ. നമ്മളല്ലല്ലോ മുത്തശ്ശി സൂക്ഷിക്കണ്ടേ, നമുക്ക് ചുറ്റുമുള്ളവരല്ലേ. അമ്മേ, ഫിദ മാഡത്തിനെ വിളിച്ചില്ല. ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? അയ്യോ, മോള് വിളിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. അതെന്താ വിളിക്കാഞ്ഞേ? ഒന്നല്ല, സഹായിക്കാൻ ആരും ഇല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും ദൈവം അയച്ചതുപോലെ ഫിദ മേഡം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ സന്തോഷം ആദ്യം പറയേണ്ടത് ഫിദ മേഡത്തിനോട് തന്നെയാ. മോള് വിളിച്ച് പറ. അമ്മ അച്ഛനൊരു ചായ വാങ്ങിട്ട് വരാം. ഹലോ ഫിദ മാഡം, അച്ഛൻ കണ്ണു തുറന്നു. അച്ഛൻ സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനാണെന്ന് മനസ്സിലായി. അച്ഛൻ ചിരിച്ചു. പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഫിദ മാഡത്തിനോട് പ്രത്യേകം നന്ദി പറയണമെന്നും പറഞ്ഞു. ശരി. ഫിദ മാഡം ഏർപ്പാട് ചെയ്ത ഡോക്ടർ വന്നോണ്ടാ ഇപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായത്. എനിക്ക് ഫിദ മാഡത്തിനോട് സ്നേഹം നിത്യേന കൂടി വരിക. ചില കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ കുറച്ച് തിരക്കില്ല. എന്തു പറ്റി? ഫിദ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ വിളിക്കുന്ന. ഹലോ മാഡം, ഫിദ മാഡത്തിന് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ല, ഞാനിപ്പോ ഫിദ മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡത്തിന്റെ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നി.
ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. അല്ല, അച്ഛൻ കണ്ണു തുറന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ മൂളി കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തു പറ്റി മാഡം? എന്തേലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നങ്ങൾ എപ്പോ വേണമെങ്കിലും ഉണ്ടാവാലോ. അത് ആരിൽ നിന്ന് വരാലോ. ചിലർക്കത് നിസ്സാരമായിരിക്കും, ചിലർക്കത് താങ്ങാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എന്ന് ശരി മോളെ. എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ രണ്ടാളും ഇങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് ഫിദ മാഡത്തിനൊന്ന് കണ്ടേ പറ്റൂ. മോൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ആകട്ടെ, ലാളിച്ചാൽ മാത്രം പോരല്ലോ, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും വേണ്ടേ? അതും അമ്മയുടെ ചുമതലയല്ലേ? മിക്കവാറും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വരുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ നേരിടേണ്ടേ? മഹേഷ് പറഞ്ഞ ആൾക്കാരല്ലേ? അതെ മാഡം. ഇന്ന് പാതിരാത്രിക്ക് നിങ്ങൾ കണിമംഗലത്തെത്തണം. വാതില് ഞാൻ തുറന്നിടാം. മുഖംമൂടി ധരിച്ച് വേണം നിങ്ങൾ അകത്തേക്ക് കയറാൻ. അകത്ത് ഞാനുണ്ടാവും. മുറിയിലേക്ക് വന്ന് എന്നെ കൂട്ടണം. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാല് ഒരു ഓഫീസ് മുറി ഉണ്ടാവും. കണിമംഗലത്ത് അവിടെ മാത്രമേ CCTV ഉള്ളൂ. ആ ക്യാമറയുടെ മുന്നിലെത്തുമ്പോ എന്നെ നിങ്ങൾ ബോധം കെടുത്തിക്കൊണ്ട് പോകുന്ന പോലെ പോണം. ഇതാണ് പ്ലാൻ. അല്ല മാഡം, സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നടത്തണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താ പറഞ്ഞ സംഖ്യ ഞാൻ തന്നിരിക്കും. പറ്റൂ നിങ്ങളെ കൊണ്ട്? മാഡം പേടിക്കണ്ട. എല്ലാരും കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് മാഡം. പിന്നെ മാഡം കൂടെ നിൽക്കുകയല്ലേ, പിന്നെന്താ പറ്റാത്തത്? ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും മാഡം? തന്റെ ഭാവിയും ഭൂതൊന്നും നോക്കൽ എന്റെ ജോലിയല്ല. റിസ്ക് ഉണ്ട്. റിസ്കിനുള്ള പണവും തരുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ നോക്കിക്കോളാം. അയ്യോ, അവൻ ചുമ്മാ ഓരോന്ന് ചോദിക്കുന്നതാ മാഡം. ഞങ്ങൾ കൃത്യമായിട്ട് പണിയെടുത്തോളാം. പിന്നെ നിങ്ങളുടെ ഫോണുകളൊക്കെ സൈലന്റിലായിരിക്കണം. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമേ ആ സമയത്ത് ഫോണുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? മനസ്സിലായി മാഡം. എങ്കിൽ രാത്രി ഒരു 12 മണിയാവുമ്പോ കണിമംഗലത്ത് ഗേറ്റിന്റെ മുന്നിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ.